Chromatography. Simply, chromatography is a separation technique. It is mainly based on the nature of the components such as size, charge, absorptive property, and affinity of the particle when they are subjected to interact between two phases, that is stationary phase as well as mobile phase. Chromatography എന്ന് പറയുന്നത് ഒരു separation technique ആണ്. ഇവിടെ രണ്ട് important ആയിട്ടുള്ള phases ഉണ്ട്. That is called stationary phase as well as mobile phase. ഈ രണ്ട് ഫേസിന്റെ ഇടയിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മിക്സ്ചറും തമ്മിലുള്ള ഇന്ററാക്ഷൻ വഴി ആ ഇന്ററാക്ട് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ചെയ്യേണ്ട കമ്പോണൻസിന്റെ സൈസ്, ചാർജ്, അതുപോലെ അതിന്റെ അഡ്സോപ്റ്റീവ് പ്രോപ്പർട്ടി, അതുപോലെ അഫിനിറ്റി ടുവേർഡ്സ് ദ മൊബൈൽ ഫേസ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആവുന്നത്. ഈ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ഫസ്റ്റ് ഡൺ ബൈ മിഖേലി ടിസ്വറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആണ്. ഹി സെപ്പറേറ്റഡ് ദ ക്ലോറോഫിൽ ഫ്രം പ്ലാന്റ് എക്സ്ട്രാക്ട്. പ്ലാന്റ് എക്സ്ട്രാക്റ്റിൽ നിന്ന് ക്ലോറോഫിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടെക്നോളജി മിഖേലി ടിസ്വറ്റ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കമ്പോണൻസിന്റെ സൈസ്, ചാർജ്, അബ്സോർപ്റ്റീവ് പ്രോപ്പർട്ടി ആൻഡ് അഫിനിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ രണ്ട് ഫേസിൽ തമ്മിൽ ഇന്ററാക്ട് ചെയ്യാൻ വിടുമ്പോൾ അവിടുത്തെ സെലക്റ്റീവ് അഡ്സോർപ്ഷൻ, അതായത് ആ രണ്ട് ഫേസ് തമ്മിലുള്ള ഇന്ററാക്ഷന്റെ ഇടയിൽ ഈ മിക്സ്ചർ ആയിട്ട് വരുന്ന ഇന്ററാക്ഷന്റെ ഇടയിൽ സെലക്റ്റീവ് അഡ്സോർപ്ഷനും അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ മൈഗ്രേഷനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് constituents of a mixture or a solution between two immiscible phases due to their selective adsorption and differential migration. Based on the operational technique, chromatography is mainly divided into two categories. First one is column chromatography and the second one is planar chromatography. This planar chromatography is again divided into two. First one is paper chromatography and the second one is thin layer chromatography. Okay, and then the column chromatography is subdivided into five main categories, and that is adsorption chromatography, second one is ion exchange chromatography, and the third one is gel filtration chromatography, and the fourth one is partition chromatography, and the fifth one is affinity chromatography. And ഇവിടെ കോളം ക്രൊമാറ്റോഗ്രാഫി, അതായത് ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് മേജർലി ബേസ്ഡ് ഓൺ ദ ഓപ്പറേഷണൽ ടെക്നിക്. ഓപ്പറേഷൻ ടെക്നിക്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻലി ബേസ്ഡ് ഓൺ ദയർ പ്രിൻസിപ്പിൾസ് ആൻഡ് ദയർ മൊബൈൽ ഫേസ്, അത് സെലക്റ്റീവ് മൊബൈൽ ഫേസ് ആൻഡ് സ്റ്റേഷനറി ഫേസ്. അതുപോലെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മിക്സ്ചർ, ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മിക്സ്ചർ or components of the mixture and their nature, size and their affinity towards the two phases. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് chromatography is divided into mainly two categories. First one is column chromatography and the second one is planar chromatography. പ്ലാനാർ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഓൾറെഡി സ്കൂൾ ബേസിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് പേപ്പർ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഇവിടെ പ്ലാനാർ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുമ്പോൾ ഈ ക്രൊമാറ്റോഗ്രാഫിക് സെപ്പറേഷന് വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ റിക്വയർഡ് ആണ്. ഇവിടെ പ്ലെയിൻ എന്ന് പറയുന്നത് മേ ബി പേപ്പർ ആവാം. ഇൻ തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫിയിൽ ഇതുപോലെ തന്നെ TLC പേപ്പർ ആവാം, അല്ലെങ്കിൽ മേ ബി ജെല്ലായിരിക്കാം. ഇതിനെയാണ് നമ്മൾ തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്, അതുപോലെ പേപ്പർ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഇവിടെ പ്ലാനാർ ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്കിൽ മെയിൻലി യൂസ് ചെയ്യുന്നത് പേപ്പർ ആണ്. അതുപോലെ തന്നെ തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫിയിലും എ കൈൻഡ് ഓഫ് മോഡിഫൈഡ് പേപ്പർ ആണ് യൂഷ്വലി യൂസ് ചെയ്യാറ്. ഓക്കെ, ആൻഡ് ഇവിടെ കോളം ക്രൊമാറ്റോഗ്രാഫി നെക്സ്റ്റ് ഒരു കാറ്റഗറിയാണ് കോളം ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഇവിടെ മെയിൻലി ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എടുക്കുന്ന സെപ്പറേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന ഏതാണോ മെറ്റീരിയൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടുത്തെ റിക്വയർഡ് ആയിട്ടുള്ള മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും ഏതാണ് മെറ്റീരിയൽ എന്നനുസരിച്ചിട്ടാണ് column chromatography again divided into 5 categories. First one is adsorption chromatography, second one is ion exchange, third one is gel filtration,
fourth one is partition, and fifth one is affinity chromatography. In this partition chromatography again divided into 4 subcategories, mainly based on the required mobile and stationary phase, that may be liquid, gas, solid ആകാം. അതായത് ഇവിടെ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്ന സ്റ്റേഷനറി ഫേസ് ഏതാണോ അതുപോലെ തന്നെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏതാണോ മെറ്റീരിയൽ, അതുപോലെ തന്നെ മൊബൈൽ ഫേസ് ആയിട്ട് ഏതാണോ മെറ്റീരിയൽ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ലിക്വിഡ് partition chromatography is divided into liquid chromatography, then gas liquid chromatography, and liquid solid chromatography, and fifth one is gas solid chromatography. ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്ന ടെക്നിക്ക് മെയിൻലി 2 ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് പ്രിപ്പറേറ്റീവ് ആൻഡ് സെക്കൻഡ് ലെവൽ ഈസ് അനലിറ്റിക്കൽ. നിങ്ങൾ കെമിസ്ട്രി ലാബിൽ ചെയ്യുന്നതോ അതുപോലെയുള്ള ടെക്നിക്സ്, അതായത് അനലിറ്റിക്കൽ, ജസ്റ്റ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് ഓർ എ പാർട്ടിക്കിളിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഐഡന്റിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ മാത്രം ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് അനലിറ്റിക്കൽ എന്ന് പറയുന്നത്. ഈ അനലിറ്റിക്കൽ ടെക്നിക്കിന് ഉപയോഗിക്കുന്ന ഡിവൈസും അതുപോലെ തന്നെ റിക്വയർഡ് ആയിട്ടുള്ള കെമിക്കൽസ് എന്ന് പറയുന്നത് സ്മോൾ ക്വാണ്ടിറ്റി ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് അതുപോലെ തന്നെ ഡിറ്റക്ട് ചെയ്തിരിക്കുന്ന കമ്പോണൻസിന്റെ പ്രസൻസ് ഓർ ആബ്സെൻസ് മാത്രമേ നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രിപ്പറേറ്റീവ് ലെവൽ വി ക്യാൻ ഡിറൈവ്ഡ് large quantity of that constituents. നമുക്ക് പ്രിപ്പറേറ്റീവ് ലെവലിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലാർജ് എമൗണ്ട് നമുക്ക് സെപ്പറേഷൻ പോസിബിൾ ആയിരിക്കും. അതുപോലെ അത് യൂസ് ചെയ്യുന്നത് എസ്പെഷ്യലി നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടന്റ്, എസ്പെഷ്യലി പ്രോട്ടീനോ അതുപോലെ തന്നെ അതിൽ നിന്ന് പ്രോട്ടീൻ ആകാം, സംടൈംസ് നമുക്ക് ഏതെങ്കിലും എൻസൈംസിന്റെ ആയിരിക്കാം, ലാർജ് എമൗണ്ട് സെപ്പറേഷൻ പോസിബിൾ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ക്ലോറോഫിൽ കണ്ടന്റ് ആയിരിക്കാം. ഇതിന്റെ അപ്ലിക്കേഷൻ ലെവൽ എന്തിനെയാണോ ബേസ് ചെയ്തിരിക്കുന്നത്, ചിലപ്പോൾ മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഡ്രഗ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടായിരിക്കാം. ഇതിന് എന്താണോ പർപ്പസ് അനുസരിച്ചിട്ട് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് റിക്വയർഡ് ആയിരിക്കുന്നത് അതനുസരിച്ച് ലാർജ് സ്കെയിൽ സെപ്പറേഷൻ ഈസ് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് പ്രിപ്പറേറ്റീവ് ലെവൽ സെപ്പറേഷൻ. ഓക്കെ. And column chromatography. Column chromatography is the preparative application of the chromatography. Column chromatography എന്ന് പറയുന്നത് ഒരു പ്രിപ്പറേറ്റീവ് ആപ്ലിക്കേഷൻ ആണ്. And it is used to obtain pure chemical compounds from the mixture of compounds on a scale from microgram to kilogram using large scale industrial columns. ഇവിടെ ഉപയോഗിക്കുന്നത് based on purpose. നമുക്ക് ഡ്രഗ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ലാർജ് എമൗണ്ട് കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് വേണം. അതായത് ഒരു മിക്സ്ചർ ഓഫ് കമ്പോണൻസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മിക്സ്ചറിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ കമ്പോണൻസിന്റെ separation, large scale separation is possible by using column chromatography, which is ranging from microgram to kilogram using large scale industrial columns. And the classical preparative chromatography column is very similar to burette. നമുക്ക് ഒരു ക്ലാസിക്കൽ പ്രിപ്പറേറ്റീവ് ക്രോമാറ്റോഗ്രാഫിക് കോളം എന്ന് പറയുന്നത് സിംപ്ലി ഒരു ഗ്ലാസ് ട്യൂബ് ആണ്. നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ ബ്യൂററ്റിനോട് ഒരുപാട് സിമിലർ ആയിട്ടുള്ള ഒരു അപ്പാരറ്റസ് ആണ്. ആ ബ്യൂററ്റിന്റെ ബോട്ടത്തിൽ ഒരു പൈപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് റേഞ്ചിങ് ഫ്രം 5 to 50 നാനോമീറ്റർ ആൻഡ് ഹൈറ്റ് ഈസ് റേഞ്ചിങ് ഫ്രം 50 സെന്റിമീറ്റർ ടു 1 മീറ്റർ വിഡ്ത്ത്, ആൻഡ് along with a tap at the bottom. ഒരു ക്ലാസിക്കൽ അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ വെരി സിമിലർ ടു ബ്യൂററ്റിന്റെ അറ്റത്ത് ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റും ഒരു പൈപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ കോളത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഗ്ലാസ് അപ്പാരറ്റസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് റേഞ്ചിങ് ഫ്രം, അതായത് 5 to 50 മില്ലിമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് ഏകദേശം 50 സെന്റിമീറ്റർ ടു 1 മീറ്റർ ആണ് ഒരു ക്ലാസിക്കൽ പ്രിപ്പറേറ്റീവ് ക്രോമാറ്റോഗ്രാഫിയുടെ അപ്പാരറ്റസിന്റെ ഒരു രൂപം എന്ന് പറയുന്നത്. ദിസ് ടെക്നിക് ഈസ് ഡിവൈഡഡ് ഇൻ ടു മെനി. ഈ കോളം ക്രോമാറ്റോഗ്രാഫി ഒരുപാടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ്. കോളം ക്രോമാറ്റോഗ്രാഫി ഈസ് മെയിൻലി divided into 5 categories.